ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റിയിലെ രണ്ടാമത്തെ എപ്പിസോഡാട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് മനസ്സിലായി. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സെന്നാണെങ്കിൽ അവൾ ആ ഒരു ഊഞ്ഞാലിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു രൂപം അങ്ങോട്ടേക്ക് ചാടി വീഴുന്നുണ്ട്. രൂപമല്ല, ഒരാളാണ്. സോ അവൻ്റെ കോട്ടിലാണെങ്കിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്നത്, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഇതെൻ്റെ ബ്ലഡ് അല്ല, ഞാൻ ഒരാളെ വീഴ്ത്തിയതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവളോട് ഇങ്ങനെ ഒരു ബ്ലഡി നൈറ്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ പേരെന്താണ്, പുതിയ അങ്കല്ലേ, സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടാന്നുള്ള രീതിയിൽ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് സെൻ എന്നാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മാലാഖയെ പോലെയാണല്ലോ, പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല, ആ രീതിയിൽ അവളെ കുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളെ ഈ ഒരു രൂപം, ഇവൻ്റെ ഈ ഒരു രൂപവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവൻ പറഞ്ഞത് കേട്ടു, നിനക്ക് പേടിയാവുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നല്ല പേടിയും കാര്യങ്ങളോട് കൂടി തന്നെയാണ് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരാന്നുള്ള രീതിയിൽ. അപ്പോൾ അവനാണെങ്കിൽ അവളോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും നിൻ്റെ ഫ്രണ്ടല്ല, അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരാളും നിൻ്റെ ഫ്രണ്ടല്ല, നീ ഒരിക്കലും എന്നെ ഫ്രണ്ടായിട്ട് കാണും വേണ്ട, ആരും നിൻ്റെ ഫ്രണ്ട് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഇവിടെ നടക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയും കാര്യങ്ങളൊക്കെ അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഭയങ്കര പേടിച്ചിട്ടായിരുന്നു. അപ്പം വീണ്ടും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഓൾറെഡി 6:30 ആയിട്ടുണ്ട്, 7 മണിക്ക് ഇവിടെ മൊത്തത്തിൽ ചേഞ്ച് ആവും, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇവിടുന്ന് വേഗം പോയിക്കോ, 7 മണീൻ്റെ മുന്നേ ആയിട്ട് ഡോറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ട് നിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തുന്ന രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ പേടിച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ഇവർ എവിടെയാണ് വന്ന് പെട്ടതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ബോയ്സിനെ കേട്ടോ. മാറ്റാണെങ്കിൽ ഒന്നും നോക്കാതെ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരാണെങ്കിൽ ഈ ഒരു പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് പെട്ട കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. ജെറോമും ഡെയ്വും ആണെങ്കിൽ പില്ലോയ്ക്ക് വേണ്ടി പരസ്പരം തല്ലുകൂടുക കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ പില്ലോസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ജെറോമിന് 2 പില്ലോ വേണം പറഞ്ഞിട്ട് ആ ഒരു 2 പില്ലോയും കെട്ടിപ്പിടിച്ച് പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒപ്പം ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. മാറ്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവരെ മോമിനും പാരൻസിനെയും കാര്യങ്ങളൊന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ഫാമിലീസും കാര്യങ്ങളൊന്നും ഇവിടെ കാണാത്തതുകൊണ്ട് അവരിവരെ കോൺടാക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പറ്റിയെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഫാമിലിക്ക് ഉണ്ടാവുമല്ലോ. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇന്ന് നടന്ന സംഭവങ്ങൾ ഈ ഒരു 7 മണിയാവുന്ന സമയത്ത് ഒരു ബ്ലഡി നൈറ്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ കില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒരു നോർമലായിട്ട് ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്, ലീഗൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ റിയൽ ആയിട്ടുള്ളതാണെന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഡെയ്വ് പറയുന്നുണ്ടായിരുന്നു, ഇത് മെറ്റഫർ പോലെ ആയിരിക്കാം, മേ ബി ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു അലർച്ച, വാനിൻ്റെ ശബ്ദമായിരുന്നു. ഇവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇവർക്ക് മനസ്സിലായി വാനിൻ്റെ ആയിരുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് പറ്റി എന്നുള്ള രീതിയിൽ വേഗം അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഇവിടെ വൈഫൈ സിഗ്നൽസും കാര്യങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ കിടന്ന് ചീറി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നീയെ ഒപ്പം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, വൈഫൈ കിട്ടുന്നില്ല, സിഗ്നൽ കിട്ടുന്നില്ല, എൻ്റെ പാരൻസ് എന്നെ കുറിച്ചിട്ട് ഭയങ്കര ആകുലപ്പെട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, എനിക്ക് അവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല, എന്ത് നമ്മളിനി ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ അവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വാൻ നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവൾക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവളുടെ വീഡിയോസും കാര്യങ്ങൾക്ക് വേണ്ടി ഫോളോവേഴ്സ് വെയിറ്റിംഗ് ആണ്. സോ അതിനെക്കുറിച്ചിട്ട് അവൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, സെന്നിനെ കാണാനല്ലോ, സെൻ എവിടെയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ആ ഒരു ഗേറ്റ് തുറന്ന് വീണ്ടും സെൻ അതിൻ്റെ അകത്തേക്ക്, അവിടെ ഡോറ് തുറന്നിട്ട്, ആ ഒരു ഹോസ്റ്റൽ ഡോറ് തുറന്നിട്ട് സെന്നകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്നിനെ കണ്ടപ്പോൾ ഇവർ എന്ത് പറ്റി, എവിടെ നിന്നാണ് പുറത്തുനിന്നാണല്ലോ വരുന്നത്. സോ അതിനെക്കുറിച്ചിട്ട് അവളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ആകെ വിഭ്രാന്തിയിൽ പേടിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ടായിരുന്നു, പാർക്കിൽ വെച്ചിട്ട് ഞാനൊരു ബോയിനെ കണ്ടു, അവനോട് ഒരുപാട് നേരം സംസാരിച്ചു, അവൻ ഭയങ്കര വിചിത്രമായിട്ടായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വാണിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അവൻ എന്നോട് ഡോറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുറുക്കി പൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മണി ആവുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും നിങ്ങൾക്ക് അറിയില്ല, ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കില്ലിങ്ങും കാര്യങ്ങളൊക്കെ ലീഗലാണ്. സോ ഇത് നല്ല സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളിതൊരു ഫണ്ണായിട്ടും കാര്യങ്ങളൊക്കെ അവർ എടുക്കരുതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേട്ട് നിൽക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഏകദേശം സിറ്റുവേഷൻസ് ഒക്കെ ഇവർക്ക് മനസ്സിലായി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നല്ല സൗണ്ട് കൂട്ടിയിട്ട് തന്നെ നല്ല സൈറണും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, റെഡ് ലൈറ്റിലും കാര്യങ്ങളൊക്കെ. ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇവരാണെങ്കിൽ വേഗം അകത്തേക്ക് വന്ന് കയറാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ മാസ്ക് ഇട്ടിട്ട് അവനെ നല്ല ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു, അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. പക്ഷെ അവനിങ്ങനെ ഓടി വരുമ്പോഴേക്കും ഒരാൾ അവനെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് അവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടി
നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ ഇവരുടെ അടുത്തേക്കും ബാക്കിയുള്ളവർ കൂടി വരുന്നുണ്ടായിരുന്നു. ഇവർ പെട്ടെന്ന് തന്നെ ആ ഡോറും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബാക്കിയുള്ളവർ പറഞ്ഞു അവനെ വേഗം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വേറെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലോക്ക് കാണുമ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ബ്ലഡി നൈറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണി വരെ ബ്ലഡി നൈറ്റ് ആയിരിക്കും. സോ കൊല്ലണമെങ്കിൽ കൊല്ലം, ഇതൊക്കെ ലീഗലായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ഗേറ്റ് തുറക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ഹോസ്റ്റലിൽ വലിയ ഗേറ്റ് തുറക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. കൂടാതെ എല്ലാവരും ഇവർ കൊല്ലുന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഭയങ്കര വിഭ്രാന്തിയോട് കൂടിയിട്ട് തന്നെ അവർ അവരുടെ ടേബിളിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് തടയാൻ നോക്കിക്കഴിഞ്ഞാൽ തടയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു വലിയ ടേബിൾ എടുത്തിട്ട് ഇവർ ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. കാരണം ഇവർ അകപ്പെട്ട് പോയതാണ്. ഇവർക്ക് ഒരു വഴിയും ഇല്ലാതെ ഇവർ നിൽക്കേണ്ടി വരുന്നതാണെന്ന് ഇവർക്ക് അറിയാം. സോ ഇവരെല്ലാവരും കൂടെ നല്ല പേടിയിൽ അവിടെയുള്ള ടേബിൾസും ചെയേഴ്സും എന്തൊക്കെ ആ ഡോറിൻ്റെ അവിടെ കൊടുന്ന് വെക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവർക്കൊന്നും അവരുടെ ജീവൻ ഇവിടെ വെച്ച് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് താല്പര്യം തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര പേടിയും ടെൻഷനും, എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും തന്നെ അറിയില്ല. രാവിലെ 5 മണി വരെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ മറ്റൊരു കുട്ടീനെ വേറൊരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നല്ലോ. അവരെ നല്ല രീതിയിൽ ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്ന് അവർ മാറുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടി ഈ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു 6 ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈ സ്ഥലത്ത് ഇങ്ങനെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, എന്താണ് ഇങ്ങനെ, എനിക്ക് ഇവിടെ നിന്ന് ചാവാനൊരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ മിയ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുറത്തുനിന്ന് മാസ്ക് ഇട്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും നിങ്ങളെ കൊല്ലും എന്നുള്ള രീതിയിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ 6 പേരാണെങ്കിൽ നല്ല പേടിയിലാണ്. ഒപ്പം ജെറോം പറയുന്നുണ്ടായിരുന്നു ഗായ്സ് എനിക്ക് ഇവിടെ നിന്ന് മരിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ല. നമ്മൾ എന്തിനാണ് ഇവിടെ അകപ്പെട്ട് പോയത്, എന്താ നമ്മുടെ സിറ്റുവേഷൻസ് ഒന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് മരിക്കാൻ താല്പര്യമില്ല. നമ്മൾ പുറത്ത് പോയി മരിക്കുന്ന പോലെ അല്ല ഇവിടെ നിന്ന് മരിക്കുന്നത്. നമ്മുടെ പാരൻസും കാര്യങ്ങളും ഒന്നും തന്നെ അറിയില്ല എന്താ ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങളൊന്നും. സോ ഇവരാണെങ്കിൽ ആ ഒരു പേടിയോട് കൂടി തന്നെ ആ ഒരു ഡോറിൻ്റെ അവിടെ ഈ ഒരു ടേബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാസ്ക് ധരിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നെക്സ്റ്റ് ആൾക്കാരെ നോക്കാന്നുള്ള രീതിയിൽ അവരവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ 6 പേർക്കും കൂടെ സമാധാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഓക്കെ അല്ലേ, എന്തെങ്കിലും പറ്റിയോ കോറലോ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി നമ്മുടെ അഡ്മിൻ്റെ അടുത്തേക്ക് പോവാന്ന്. പിന്നീട് കാണിക്കുന്നത് മോർണിംഗിലത്തെ ഒരു കാര്യം കേട്ടോ. നമ്മൾ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് മിസ്ട്രസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ 6 പേരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു ഹെഡ് മിസ്ട്രസ് ആണെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. കാരണം ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇവരുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. സോ എന്തായാലും ഈ ഒരു മിസ്സിനെ കാണാൻ വരും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. സോ മിസ് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ മിയാണ് ആദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് മാം, വയലറ്റ് മാം, എന്താണ് ഇവിടെ നടക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റി എന്ത് മെസ്സാണ്, കംപ്ലീറ്റ്ലി മെസ്സായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്, അങ്ങനെ രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ജെറോം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും പോകണം, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ പറയും. സോ പോലീസ് നിങ്ങൾക്ക് വേണ്ട നടപടിയും കാര്യങ്ങളൊക്കെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ മിസ്സ് പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും അത് നടക്കില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, ഒരിക്കലും പോലീസിന് ഞങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. കൂടാതെ ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു പോക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല, ഇതായിരിക്കും നിങ്ങളുടെ പ്ലേസ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പഠിക്കേണ്ടേ, അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ മിസ്സ് പറയുന്നുണ്ടായിരുന്നു മറ്റ് യൂണിവേഴ്സിറ്റി മറ്റ് സ്കൂളുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി നല്ല രീതിയിൽ പ്രൊവൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ നല്ല ഫാക്കൾട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സ്റ്റഡീൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ആകെ ഒരു ബ്ലഡി നൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തോ എന്നുള്ള രീതിയിൽ കൂടെ മിസ്സ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഈ 6 പേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാട്ടോ. കൂടെ തന്നെ നമ്മുടെ 3 ഗേൾസ് ആണെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കൊക്കെ ആണെങ്കിൽ നല്ല ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ആണെങ്കിൽ നല്ല ടെൻഷനോട് കൂടി അവൾ ഭയങ്കര പേടിയോട് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വാൻ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരു സീനിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ ക്ലാസ്സിൽ തന്നെ, പക്ഷേ ഇതിന് മുന്നേ അവിടെ എത്തിപ്പെട്ടതാണെന്ന് തോന്നുന്നു. അവരുടെ സംസാരം ഇവിടെ നിന്നെങ്കിലും തിരിച്ചു പോകണം എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കൈൻഡ്നെസ് ഒരു ലക്ഷറിയാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ആലോചിച്ച് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെല്ലാം ഫ്രണ്ട്സ് അല്ലാതെയായി മാറുന്ന സിറ്റുവേഷൻസൊക്കെ വരാം. സോ നിങ്ങളോട് മിസ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോയിക്ക് ഒരിക്കലും സാധ്യമല്ല. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട എന്നുള്ള രീതിയിൽ സീനിയർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 3 ഗേൾസ് ആണെങ്കിൽ കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര പേടിയോട് കൂടിയിട്ട് ആ ഒരു സീനിയർ അല്ല അവിടെ മുന്നേക്ക് വന്നിട്ടുള്ള ആ ഒരു പെൺകുട്ടി പോകുന്നത് ഇങ്ങനെ നോക്കിയിട്ട്, ആ പെൺകുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാസ്യപരമായിട്ട് ഇവരെ ചിരിച്ച് എന്തോ അവർക്ക് സംഭവിക്കുന്നുള്ളത് അവൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ അങ്ങനെ ചിരിച്ചുകൊണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്.
പിന്നീടാണെങ്കിൽ സ്റ്റെപ്പൊന്നും കാര്യങ്ങളൊക്കെ ബ്ലഡ് ഒലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അവരുടെ ക്ലാസ്സിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ ബാക്കി സ്റ്റുഡൻസിനെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ് റൂമിലേക്കാണെങ്കിൽ മാറ്റും അതുപോലെ തന്നെ സെന്നും മാത്രമായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഇവരിങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത് ഇവരൊഴികെ ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്ത് പാടും കാര്യങ്ങളൊക്കെയാണ്. ഇവരൊക്കെ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന പോലെയാണ്. കാരണം എല്ലാവരും മുഖത്തും നല്ല രീതിയിൽ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറ്റാണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മാറ്റിൻ്റെ വഴി തടസ്സം നിൽക്കുന്ന രീതിയിൽ രണ്ട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെന്നാണെങ്കിൽ അവളുടെ ബെഞ്ചിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്താണെങ്കിൽ ഒരു കുട്ടി നല്ലൊരു ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. സെന്നാണെങ്കിൽ അവളോട് സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സാറ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ 2-3 സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല അടിയും കാര്യങ്ങളൊക്കെ. സാറിന് അതൊന്നും ബോധമില്ല, അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു 2 സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, സോ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ സെന്നും അതുപോലെ തന്നെ മാറ്റും അവരെ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സെന്ന് നോർമലി അവളുടെ പേര് മാത്രമേ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ മാറ്റ് ആണെങ്കിൽ അവൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് കൊടുക്കുക ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അവൻ്റെ പേര് കേട്ടതിന് ശേഷം അവൻ ഇങ്ങനെ പ്രോമിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കേട്ടിട്ട് അവിടുത്തെ സ്റ്റുഡൻസൊക്കെ അവനെ നല്ല രീതിയിൽ കളിയാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ സാറിന് മുന്നിൽ നിന്ന് ചുരുട്ടി എറിയുന്നുണ്ടായിരുന്നു. സാർ അതൊന്നും ബോധറേ ചെയ്യുന്നില്ല, കാരണം അത്രമാത്രം മെസ്സായിട്ടാണ് ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതലായിട്ടും പറയുന്നുണ്ടായിരുന്നത് ഈ ഒരു ഡെത്തിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ലെഗ്സും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടായിരുന്നു കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണെങ്കിൽ ജനലിൽ കൂടെ ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഓടി പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇവർക്ക് എന്താ പറ്റിയെന്നുള്ള അറിയില്ല, പക്ഷേ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ സ്റ്റുഡൻസ് എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. മാറ്റും സെന്നും ആണെങ്കിൽ അത് ആരോ പരിചിതമായിട്ടുള്ള ഒരു സൗണ്ട് ആണല്ലോ, അത് മിയേൻ്റെ സൗണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ മാറ്റിനോട് സെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേ ഒരു വിചാരിച്ച പോലെ തന്നെ അത് മിയേൻ്റെ സൗണ്ടായിരുന്നു. ഇവർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്, കാരണം ഒരു ബ്ലഡി നൈറ്റ് ആണ്, എന്താ പറ്റിയെന്ന് അറിയില്ല, കാരണം മിയേൻ്റെ സൗണ്ടാണ്. ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ സെന്നിൻ്റെ ഒപ്പം ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാറ്റ് അല്ല കേട്ടോ, ജെറോമാണ്. ചിലർക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു വോയിസ് ഓവറിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മിയാണെന്നുള്ള രീതിയിൽ ഓടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവരുടെ സ്കൂളിൽ തന്നെ ഒരു കുട്ടീനെ ഭയങ്കര ഭയാനകമായിട്ട് മരണക്കാഴ്ചയിലാണ് ഇവർ കാണുന്നത് കേട്ടോ. ഈ ഒരു നഖം കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ നാക്കിലൂടെ തുളച്ച് കയറിയിട്ട് ഭയങ്കര അവർക്ക് കുത്തിയിട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു രൂപം നമ്മുടെ ഈ 6 പേരും കാണുന്നുണ്ട്. ഇവരാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്, ഭയാനകമായിട്ടുള്ള. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അതിനിടയിൽ 2 ടീംസിനെ കുറിച്ച് പറയുന്നത് ഡേവിൽ ഗോഡ് വാരിയേഴ്സ് ആൻഡ് ബ്ലാക്ക് ബ്ലഡ് ഗ്യാങ് പറഞ്ഞിട്ടുള്ള 2 ടീംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 6 പേരിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് അത്, എന്തിനാണ് അവരെങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമെന്ന്. സോ പറയുന്നുണ്ടായിരുന്നു ഇവർ ഈ ഒരു സ്കൂളിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ്സ് ആണ്. ഈ ഒരു ബ്ലഡി നൈറ്റിലൊക്കെ പെട്ടെന്ന് ദൂരമായിട്ട് സ്റ്റുഡൻസിനെ കൊല്ലുന്ന ടീംസാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തേക്ക് കുറച്ച് ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 6 പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് അവരെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരാണെങ്കിൽ കൂടെ സ്റ്റുഡൻസിനോട് എല്ലാവരോടും കൂടെ അകത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 6 പേരും കൂടെ ആ ഒരു ഗ്യാങ്ങിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിലെ തലവനാണെങ്കിൽ ഇവരെ നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ രീതിയിലായിരുന്നു അവരെ നോക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇവരെ കുറിച്ചിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. സോ അവരെ എന്ത് പറ്റി, ഒരു ചെറിയൊരു പേടിയോട് കൂടി തന്നെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ആ ഒരു ടീം ലീഡർ നമ്മുടെ സെന്നിനെ നല്ല രീതിയിൽ തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഇനി ഇവർക്ക് സംഭവിക്കുക, തുടർന്ന് എന്താണ് ഇവരുടെ ലൈഫിൽ സംഭവിക്കുക, ഇവർക്ക് തിരിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് നല്ല ത്രില്ലിംഗ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നത്, സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. സോ ദിസ് ഈസ് സൈനിങ് ഔട്ട്, ബൈ.